ഹായ് ഓൾ 2025 JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ട് IIT-യിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രത്യേകം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹൈ ടൈം ടു ഡിസൈഡ് യുവർ ഫ്യൂച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഹൈ ടൈം ടു മേക്ക് എ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ. കാരണം ഒരു വർഷം നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വർഷം സമയമെടുത്ത് നമ്മൾ IIT-യിലേക്ക് എത്താനുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ആക്ച്വലി യു പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് 1 year ഫുൾ ടൈം. അതിൽ പറയാനുള്ള കാരണം IIT-യിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ JEE മെയിൻ എന്ന എക്സാമിനേഷൻ എഴുതണം. അതിൽ ക്വാളിഫൈ ചെയ്യുന്ന, അതിൽ സെലക്ട് ചെയ്യുന്ന കുട്ടികളെയാണ് JEE അഡ്വാൻസ്ഡ് എന്ന എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അവർക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷനും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് IIT-യിലേക്ക് എത്തുക. സോ JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ IIT-യിലേക്കുള്ള അഡ്മിഷനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ JEE മെയിനില് നല്ല സ്കോർ, നല്ല പെർസെന്റേജ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് NIT, IIT, മറ്റ് സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അഡ്മിഷൻ നേടാൻ വേണ്ടി കഴിയും. സോ ഒരുപാട് ഇന്ത്യയിലെ തന്നെ ഒരുവിധ എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുമുള്ള അഡ്മിഷൻ, എഞ്ചിനീയറിംഗിലേക്കുള്ള അഡ്മിഷൻ നടക്കാൻ പോകുന്നത് JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ. സോ രണ്ടിന്റെയും മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. JEE മെയിൻ വഴിയും നിങ്ങൾക്ക് ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള അഡ്മിഷൻ സാധ്യമാണ്. JEE അഡ്വാൻസ്ഡ് വഴി നിങ്ങൾക്ക് IIT-യിലേക്കുള്ള അഡ്മിഷനും സാധ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, 2025-ലെ നമ്മുടെ ഫസ്റ്റ് എക്സാമിനേഷൻ JEE മെയിൻ വരാൻ പോകുന്നത് ജനുവരി ലാസ്റ്റ് ആൻഡ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലായിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരന്റ് ആണ് നിങ്ങളെങ്കിൽ, ഇഫ് യു വാണ്ട് ടു പെർസ്യൂ യുവർ കരിയർ ഇൻ എഞ്ചിനീയറിംഗ് or BTech ആസ്പിരന്റ് ആണ് നിങ്ങളെങ്കിൽ, you have to start your preparation right now. Make a proper study plan and start preparing right now from the beginning itself. വളരെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കണം. because you are not going to get 1 year full time. നമുക്ക് ആദ്യത്തെ 6 മാസം 5-6 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് JEE മെയിനിന്റെ എക്സാമിനേഷൻ വരികയാണ്. അപ്പൊ ആദ്യത്തെ 6 months-നുള്ളിൽ തന്നെ യു ഹാവ് ടു കവർ ദി എൻറ്റയർ സിലബസ്. 2 വർഷം +1 +2 പഠിച്ചിരിക്കുന്ന ദ ഹോൾ സിലബസ് നീഡ്സ് ടു ബി കവേർഡ് ഇൻ ദിസ് 6 months. അതിന് തന്നെ ആദ്യം കവർ ചെയ്യണം. യു ഹാവ് ടു മേക്ക് എ റിവിഷൻ. അതിനുശേഷം ജനുവരി ലാസ്റ്റ് എക്സാം എഴുതുന്നു. then you have to start your preparation for the JEE advanced and also for the second JEE main examination. അതുകൂടാതെ ഒരുപാട് മറ്റ് എഞ്ചിനീയറിംഗ് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഫുൾ ടൈം പ്രിപ്പറേഷൻ ഉള്ള സമയം ഫസ്റ്റ് എക്സാമിനേഷൻ വരുമ്പോഴേക്കുള്ള സമയം വളരെ കുറവാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹൈ ടൈം ഇഫ് യു ആർ ടാർഗറ്റിംഗ് JEE 2025. നമുക്ക് അതിലെ ഏറ്റവും നല്ല റാങ്കുകൾക്ക് അനുസരിച്ചാണ് IIT-കളിലും ഐസറിലേക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡിന്റെ ടെസ്റ്റുകൾ എഴുതേണ്ടതുണ്ട്. ആൻഡ് IAST അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലേക്കുള്ള നമുക്ക് അഡ്മിഷൻ സാധ്യമാകുന്നത്. സോ ഒരു പ്രീ പ്ലാൻഡ് അക്കാഡമിക് ഇയർ നമ്മൾ മുന്നിൽ കാണണം. ആൻഡ് ദി ഹോൾ പ്ലാൻ അതിനനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഗിവ് എൻ ഐഡിയ ഹൗ എഫക്റ്റീവ്ലി യു ക്യാൻ ഗോ ഫോർ യുവർ പ്രിപ്പറേഷൻ ഫോർ യുവർ JEE 2025. അതിൽ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ലെറ്റ്സ് സേ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് പോകണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ ഈക്വൽ ആയിട്ട് നിങ്ങൾ സമയം കൊടുക്കണം. ബിക്കോസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിനും ഈക്വൽ ആയിട്ട് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് യു യൂണിഫോം യുവർ ഡിസ്ട്രിബ്യൂഷൻ. കാരണം കുറെ ആൾക്കാർ ചില സബ്ജക്റ്റുകളിൽ വീക്ക് ആയിരിക്കും. സോ യു ഹാവ് ടു ഐഡന്റിഫൈ യുവർ വീക്ക് സബ്ജക്ട്. You make improvement, you work so hard, you do a lot of questions. കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വീക്ക് ഇൻ മാത്സ്, യു ഹാവ് ടു ഫോക്കസ് ഓൺ ദി മാത്സ്. കാരണം ഫൈനലി JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. യു ഹാവ് ടു ക്ലിയർ മാത്തമെറ്റിക്സ് സബ്ജക്ട്, യു ഹാവ് ടു ക്ലിയർ ഫിസിക്സ്, യു ഹാവ് ടു ക്ലിയർ കെമിസ്ട്രി. അങ്ങനെ ഇൻഡിവിജ്വൽ കട്ട് ഓഫുകൾ വളരെ പ്രധാനമായിട്ട് വരുന്ന ഒരു കേസാണ്. സോ ഫോക്കസ് ഫ്രം ദി ബിഗിനിങ്. കാരണം കുറെ കഴിയുമ്പോഴേക്ക് മാത്സിലുള്ള ഫോക്കസ്, അല്ലെങ്കിൽ മാത്സ് എന്ന് മാത്രമല്ല, ഇഫ് യു ഹാവ് എ പെർട്ടിക്കുലർ സബ്ജക്ട്, അതിന്റെ ഫോക്കസ് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളുടെ ഹോൾ കരിയർ പ്ലാനിനെ, ഹോൾ അക്കാഡമിക് പ്ലാൻ നിങ്ങൾ ചെയ്യേണ്ടത്, മേക്ക് ഷുവർ യു ആർ ഫിനിഷിംഗ് യുവർ ചാപ്റ്റേഴ്സ് ബൈ ദി എൻഡ് ഓഫ് ഡിസംബർ മാസം ആകുമ്പോഴേക്ക്, അതിൽ തന്നെ ഡിസംബർ മന്തിലേക്ക് വരുമ്പോഴേക്ക് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആവരുത്. യു മേക്ക് ഇറ്റ് റിലാക്സ്ഡ്. ഇപ്പൊ മാത്സിലൊക്കെ നമ്മൾ ഇവിടെ എഴുതിയ പ്ലാൻ പ്രകാരം 3D ജിയോമെട്രി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ ബൈ ദ എൻഡ് ഓഫ് ഡിസംബർ ഓർ ബൈ ദ മിഡ് ഓഫ് ഡിസംബർ യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ സിലബസ്. സോ ദാറ്റ് ഈസ് എ പ്രയോറിറ്റി. ഡിസംബർ ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോഴേക്ക് നോക്കി, യു ഹാവ് ഓൺലി ഫ്യൂ മന്ത്സ് അഹെഡ്. നിങ്ങൾക്ക് അതിൽ ബാക്ക്ലോഗ്സ് വരുത്താൻ പാടില്ല. അതിനനുസരിച്ച് മെന്റലി പ്രിപ്പയർഡ് ആവണം. നോ ബാക്ക്ലോഗ്സ് അറ്റ് ഓൾ.
എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം നിങ്ങൾ ക്ലിയർ ചെയ്ത് മാക്സിമം എക്സാംസ് ഒക്കെ എഴുതി നമുക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ചെയ്യണം. സോ ദിസ് ഈസ് ദ ബേസിക് പ്ലാൻ. ഡിസംബർ മിഡ് ആകുമ്പോഴേക്ക്, ഡിസംബർ 10 ആകുമ്പോഴേക്ക്, ദാറ്റ് ഈസ് എ ലൈൻ വി ആർ ഗിവിംഗ് യു. ഡിസംബർ 10 ആകുമ്പോഴേക്ക് നമ്മൾ നമ്മുടെ മുഴുവൻ ചാപ്റ്റേഴ്സ് പഠിക്കുന്നു. ആൻഡ് ജനുവരി ലാസ്റ്റ് വീക്കിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ. യു ഹാവ് മോർ ദാൻ 1 month. ഈ മാസം ദാറ്റ്സ് യുവർ റിവിഷൻ. റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് എക്സാംസോ മോക്ക് എക്സാംസ് ഒക്കെ നമ്മൾ ചെയ്ത്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഒക്കെ ചെയ്ത് നമ്മൾ അതിന്റെ ഫുൾ ഫ്ലെഡ്ജ് പാറ്റേണിൽ തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് വരിക. ആൻഡ് നൗ യു ഹാവ് 1 month ഓർ മോർ ദാൻ 1 month, 40-45 days ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതിനനുസരിച്ച് റിവിഷൻ ചെയ്യാം. സോ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം, വി കോൾ ഇറ്റ് ആസ് LMRP, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം. അങ്ങനെ എക്സാംസ് ചെയ്യുന്നു. മാക്സിമം പ്രീ JEE മോക്ക് എക്സാംസ് നമ്മൾ ചെയ്യുന്നു. സോ ബൈ ദ എൻഡ് ഓഫ് ജനുവരി നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ വരും. എക്സാമിനേഷൻ കഴിഞ്ഞ് ഫെബ്രുവരി ആകുമ്പോഴേക്ക്, ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്ക് എക്സാമിനേഷൻ കഴിയും. And then soon after that you have to start, you have to go for your second phase preparation. JEE മെയിനിന് ഒരു ഫേസ് മാത്രമല്ല, സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ കൂടി ഉണ്ട്. അപ്പൊ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. If you are very good initially ഈ പ്ലാൻ അനുസരിച്ച് പോവാണെങ്കിൽ, I'll advise you that ഫസ്റ്റ് ഫേസിൽ തന്നെ സ്കോർ മാക്സിമം പെർസെന്റൈൽ, ഒരു 99% and above സ്കോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ the remaining month can be exclusively given to your advanced preparation. അപ്പൊ സെക്കൻഡ് ഫേസ് എന്നുള്ളത് നമ്മൾ ഒരുപാട് ബോദർ ചെയ്യിക്കില്ല. സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ ഏപ്രിൽ മന്തിൽ നമുക്ക് വരും. ബട്ട് അതിന് ആ സമയത്ത് തന്നെ അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ ചെയ്യാം. അത് കൂടാതെ അപ്പൊ അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. ആൻഡ് യു ക്യാൻ ഓൾസോ ലുക്ക് ഫോർ ദ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ. കാരണം നമുക്ക് കുറെ കൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ആണ് സെക്കൻഡ് ഫേസ് എക്സാമിനേഷനിൽ സംഭവിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫെബ്രുവരിയിൽ നമ്മൾ സെക്കൻഡ് ഫേസ് എക്സാമിനേഷനും അഡ്വാൻസ്ഡിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എങ്കിലേ നമുക്ക് അഡ്വാൻസ്ഡ് ഇനഫ് ടൈം നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് ഏപ്രിൽ എത്തുമ്പോഴേക്കും JEEയുടെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ നടക്കുന്നു. അത് കഴിഞ്ഞ് ദെൻ ടുവേർഡ്സ് എൻഡ് ഓഫ് ജൂൺ ഒക്കെ ആകുമ്പോഴേക്ക്, ജൂൺ ഫസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് വീക്കിലോ ആയിട്ടാണ് നിങ്ങളുടെ JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ നടക്കുക. ദെൻ ദാറ്റ് ഈസ് എ തറോ പ്രിപ്പറേഷൻ. അങ്ങനെ എക്സാമിനേഷൻ ഒക്കെ കഴിയുമ്പോഴേക്ക് ജൂൺ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ ആയി. സോ നൗ യു ഹാവ് എ ഹോൾ ഇയർ. ഇങ്ങനെ നോക്കുമ്പോഴേക്ക് ജൂണിൽ തുടങ്ങി അടുത്ത ജൂൺ വരെ അവസാനിക്കുന്ന ഒരു വർഷത്തെ മുഴുനീള പരിപാടിയാണ്. പക്ഷേ നമ്മുടെ സിലബസുകൾ കംപ്ലീറ്റ് നമ്മൾ ഡിസംബർ ആകുമ്പോഴേക്ക് തീർക്കണം. സോ മേക്ക് എ പ്ലാൻ അക്കോർഡിംഗ്ലി, ബിക്കോസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദിസ് ഈസ് ദ റോഡ് മാപ്പ് ഫോർ യുവർ JEE 2025, ഇൻക്ലൂഡിംഗ് JEE മെയിൻ ആസ് വെൽ ആസ് JEE അഡ്വാൻസ്ഡ്. ഈ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ് യെസ്, യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രസ്റ്റ് ദിസ് പ്രോസസ്. കാരണം ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് തരുന്നത്. ഓരോ മാസവും നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കുന്നില്ല. നമ്മളൊരു 3 to 4 ചാപ്റ്റേഴ്സ് ഫ്രം ഈച്ച് സബ്ജക്ട് ഒക്കെ നമ്മൾ പഠിക്കുന്നു. ഡിസംബറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. യു ഗോ ഫോർ റിവിഷൻ, യു റൈറ്റ് എക്സാം, യു ഗോ ഫോർ JEE മെയിൻ ഫേസ് 1, അഗൈൻ യു റിവൈസ്, യു ഗോ ഫോർ അഡ്വാൻസ്ഡ് ക്ലാസ്സസ് അല്ല അഡ്വാൻസ്ഡിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ജൂൺ ആകുമ്പോഴേക്ക് നമ്മുടെ ഹോൾ എക്സാം അല്ലെങ്കിൽ ഹോൾ സീരീസ് ഈസ് ഓവർ. അതിന്റെ ഇടയിൽ തന്നെ ഇപ്പൊ എക്സാം സീരീസുകളാണെങ്കിൽ യെസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു ഡു എക്സാംസ്, റൈറ്റ്? കാരണം ഒന്നാമത് ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടാകണം. സോ ഡെയിലി ടെസ്റ്റ് സീരീസുകൾ, ഡെയിലി എക്സാം എഴുതുക, ഡെയിലി പഠിക്കുന്ന ക്യാപ്സ്യൂളുകൾ നമുക്ക് മനസ്സിലായി എന്നുള്ളത് അറിയാനുള്ള എക്സാംസ്, പ്രീ JEE മോക്ക് എക്സാംസ്, വീക്ക്ലി എക്സാംസ്, ഓൾ കേരള GIB, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നമുക്ക് നടത്തുന്ന എക്സാം, ഗ്രാൻഡ് ടെസ്റ്റ്, അങ്ങനെ ഒരു നിര തന്നെ നിങ്ങൾക്ക് എക്സാംസ് എഴുതി നിങ്ങൾക്ക് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പൊ അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് സെൽഫ് അനലൈസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ ശരിക്കും ഒരുപാട് ആഡ് ഓണുകൾ, കാരണം നിങ്ങൾ ഒരു ബിടെക് ആസ്പിരന്റ് ആയതുകൊണ്ട് തന്നെ ഈ എക്സാമിന് പുറമെ ഒരുപാട് മറ്റ് എക്സാംസും നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ എനിവേ, ഈ പ്ലാൻ അനുസരിച്ചിട്ട് സൈലത്തിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏപ്രിൽ 20th സൈലത്തിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. You do not need to wait for others. You start your preparation. കാരണം during this course of study you are alone. You are alone എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കില്ല എന്നാണ്. We are always with you. Don't worry. So to know more details about it, you can definitely call to this number 600-9100-300. But anyway, ഞാൻ പറഞ്ഞ റോഡ് മാപ്പ് മറന്നു പോകരുത്. It is high time to start your preparation.
യു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ നൗ. കാരണം നമുക്ക് സമയം വളരെ കുറവ് മാത്രമാണ്. യുവർ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ജനുവരിയിൽ നടക്കാൻ പോകുന്നു. സോ ഐ വിഷ് എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.